കഴിഞ്ഞ ദിവസം നടന്നൊരു സ്റ്റേജ് ഷോയിൽ നിന്നുള്ള അഭിരാമിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇതിന് പിന്നാലെ ഗായികയുടെ പാട്ടിനെയും ഡാൻസിനെയും ഒക്കെ അപമാനിച്ചുകൊണ്ട് നിരവധി പോസ്റ്റുകളും കമന്റുകളുമാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത്. കടുത്ത ബോഡി ഷേമിങ്ങും അഭിരാമിക്ക് നേരിടേണ്ടി വന്നു. ഇപ്പോഴിതാ ഇതിന് മറുപടി നൽകിയിരിക്കുകയാണ് അഭിരാമി. സോഷ്യൽ മീഡിയ മാലിന്യ കൂമ്പാരമാണെന്നും അവിടെ വിജയം എന്നത് ഏറ്റവും മോശമായി വ്യക്തമാക്കുക എന്നതിലാണ് അഭിരാമി പറയുന്നു. താനൊരു പെർഫോമർ ആണെന്നും അതുകൊണ്ട് തന്നെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ചലിക്കുന്നതും ഡിസൻസ് ചെയ്യുന്നതും അഭിരാമി പറയുന്നു. നെഗറ്റീവ് കമന്റുകളെ അതിൻ്റെ വഴിക്ക് വിടുന്നതെന്നും അഭിരാമി കൂട്ടിച്ചേർത്തു. സോഷ്യൽ മീഡിയ പോസ്റ്റ് പങ്കിട്ടുകൊണ്ടാണ് പ്രതികരണം. 100 വീഡിയോകൾക്ക് താഴെയുള്ള കമന്റുകൾ വായിച്ചാണ് ഞാൻ ഉറങ്ങിപ്പോയത്. രാവിലെ എഴുന്നേറ്റപ്പോഴും ആ ബഹളത്തിലേക്കാണ്. വ്യത്യസ്തമായ ആംഗിളിൽ അസാധാരണമായ റാം ഷോട്ടുകൾ, ക്യാമറ താഴെ വച്ചെടുക്കുക. സത്യം പറഞ്ഞ എനിക്കാരെയും പൂർണ്ണമായി കുറ്റപ്പെടുത്താനായില്ല. അതായിരുന്നു സെറ്റ്. അതായിരുന്നു സ്പേസ്. അപ്പോഴും ഒരുപാട് പറയാൻ ആഗ്രഹിച്ചാൽ ഒന്നും പറയാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഷോ കഴിഞ്ഞ് നിറഞ്ഞ സദസ്സിലാണ്. 2:30 മണിക്കൂർ തുടക്കം മുതൽ അവസാനം വരെ ഗ്രൗണ്ടിൽ ജനങ്ങൾ നിറഞ്ഞു നിന്നു. അനങ്ങാതെ നിന്ന് പാടാൻ ഞാനൊരു ലെജൻഡൊന്നുമല്ല. ഞാനൊരു പെർഫോമൻസറാണ്. ഞാൻ സ്റ്റേജിൽ നടക്കും, ഡാൻസ് ചെയ്യും. എൻ്റെ ശ്വാസവും ശരീരവും ആ നിമിഷത്തിൽ സമർപ്പിക്കും. അത് തന്നെയാണ് ഞാൻ ചെയ്തതും. പക്ഷേ വളരെ വ്യത്യസ്തമായ മൂഡിലാണ് സോഷ്യൽ മീഡിയ ഉണർന്നു വന്നത്. ഒരു ദയയും കാണിച്ചില്ല. ജനറലും പ്രായവും സാഹചര്യവും പരിഗണിച്ചില്ല. അത് എല്ലായിടത്തു നിന്നും വരുന്നുണ്ട്. ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരച്ചിട്ടാൽ മാത്രം മതി. ഉടനെ അതൊരു വിരുന്നായി മാറും, മത്സരമാകും. ആരാണ് കൂടുതൽ നന്നായി അപമാനിക്കുന്നത്, ആർക്കാണ് കൂടുതൽ ക്രൂരത, ആർക്കാണ് കൂടുതൽ ഉച്ചത്തിൽ വൃത്തികേട് പറയാൻ സാധിക്കുന്നത് എന്ന മത്സരം. ബോഡി ഷേമിങ്ങും സ്ലട്ട് ഷേമിങ്ങും എല്ലാം സാധാരണ പോലെ നിറയുന്നു. വിനോദം പോലെ. ആ ഗ്രൗണ്ട് നിറയെ ആളുകളായിരുന്നു. അവർ ആസ്വദിക്കുകയായിരുന്നു. ആ വ്യക്തി 2-2.5 മണിക്കൂറായി പാടുകയും ഡാൻസ് ചെയ്യുകയും ചെയ്യുകയാണ്. ശ്വാസമില്ലാതെ, പെർഫെക്റ്റ് ഇല്ലാതെ. അത് ഒരു മനുഷ്യനാണ്. ലൈവിൽ തെറ്റുകൾ സ്വാഭാവികമാണ്. പക്ഷേ അനുകമ്പ എന്നത് ഓപ്ഷനായി മാറിയിരിക്കുന്നു. മറ്റുള്ളവരുടെ പിഴകളും മാത്രം കാണാൻ തരത്തിൽ നെഗറ്റിവിറ്റിയാൽ അന്ധരാകാൻ നമ്മളെ പരിശീലിപ്പിച്ചതുപോലെ. എൻ്റെ ചെറുപ്പത്തിലും ഇപ്പോഴും മറ്റൊരാളെ അവഹേളിക്കാൻ ശ്രമിച്ചിട്ടില്ല. എല്ലാ പെർഫോമൻസും സംഗീതജ്ഞർക്കും ഗായകർക്കും മനുഷ്യനും നിലനിൽക്കാനുള്ള അവകാശമുണ്ട്. തങ്ങളുടേതായ രീതിയിൽ പരിപാടി അവതരിപ്പിക്കാനുള്ള അവകാശമുണ്ട്.